വിമത കോമാളികൾക്ക് സഭാ നിയമങ്ങളോടോ രാജ്യത്തിന്റെ നിയമങ്ങളോടോ യാതൊരു ബഹുമാനവുമില്ലെന്നും ഇവർ വിധ്വംസക പ്രവർത്തകരുടെ പിണിയാളുകളും തീവ്രവാദ സംഘടനകളുടെ കോടാലി കൈകളുമാണെന്ന് തുറന്നടിച്ച് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി വിമതരുടെ അക്രമങ്ങളെ നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ വിലയിരുത്തുന്നു. ഇന്നലെ ഡിസംബർ 3-ന് തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ ഇടവകകളിൽ അരങ്ങേറിയ സമരനാടകം തീർത്തും അപഹാസ്യമായി. നിയമാനുസൃത അധികാരി, എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ, ഈ ഇടവകകളിലേക്ക് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പള്ളി മതിൽക്കെട്ടിൽ പ്രവേശിപ്പിക്കാതെ നിലവിലെ വികാരിമാരുടെ ശിങ്കിടികളും ഗുണ്ടകളും തടയുകയും അസഭ്യം പറയുകയും ചെയ്തു. ഈ വൈദികരെ തങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു മുദ്രാവാക്യം. ജനങ്ങളാണോ ഇടവകകളിൽ വികാരിമാരെ നിയമിക്കുന്നത്? വികാരി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പകരമുള്ള ആളെന്നാണ്. മെത്രാന് പകരം ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നവനാണ് വികാരി. തനിക്ക് പകരം ഒരു ഇടവകയിൽ ആര് സേവനം ചെയ്യണമെന്ന് മെത്രാനാണ് തീരുമാനിക്കുന്നത്. പുതുതായി ചാർജ് എടുക്കാൻ വന്ന വൈദികരെ തടഞ്ഞ ഈ വികാരിമാരെ നിയമിച്ചതും ഈ മെത്രാൻ തന്നെയാണ്. അന്നത് സ്വീകാര്യം, ഇന്ന് അങ്ങനെയല്ല. ഇതെന്ത് ന്യായം? സത്യം പറഞ്ഞാൽ ഈ വിമത കൂട്ടത്തിന് ഒരു ന്യായമോ യുക്തിയോ ഇല്ല. അവരുടെ ബലമെന്നത് ഒച്ചവെക്കാനുള്ള കഴിവും പേശീബലവുമാണ്. ലങ് പവർ ആൻഡ് മസിൽ പവർ. ഇവർ സഭാ നിയമങ്ങൾക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ഇവർ ഇടയ്ക്കെല്ലാം പൗരന്റെ അവകാശങ്ങളെപ്പറ്റി പറയുന്നത് കേൾക്കാം. ഇവർക്ക് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോട് ബഹുമാനമുണ്ടോ? മുകളിൽ പറഞ്ഞ 3 പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ഉത്തരവിറക്കിയത് കോടതിയാണ്. അത് പാലിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ആ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായ വൈദികരെ നിയമിക്കാൻ കോടതി ഉത്തരവിട്ടു. കടുത്ത വിമത സമ്മർദ്ദം മൂലം മെത്രാന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കോടതി മെത്രാനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുത്തു. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായ വൈദികരെ ആ പള്ളികളിൽ നിയമിച്ചത്. കോടതി വിധിയനുസരിച്ച് നിയമിച്ചവരെ തടയുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള അവഹേളനമാണ്. ചുരുക്കത്തിൽ ഈ വിമത കോമാളികൾക്ക് സഭാ നിയമങ്ങളോടോ രാജ്യത്തിന്റെ നിയമങ്ങളോടോ യാതൊരു ബഹുമാനവുമില്ല. ഇവർ വിധ്വംസക പ്രവർത്തകരുടെ പിണിയാളുകളും തീവ്രവാദ സംഘടനകളുടെ കോടാലി കൈകളുമാണെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി പറയുന്നു.